പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ഒരു സൈനിങ് തന്നെയായിരുന്നു ദിമിയുടെ റീപ്ലേസ്മെന്റ് സൈനിങ് ആയി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന സ്പാനിഷ് സ്ട്രൈക്കറായ ജീസസ് ജിമിനസ്. എന്തായാലും ദിമിയുടെ പകരക്കാരനാവാൻ ജീസസിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. എന്നാൽ ജീസസ് ജിമിനസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നതിന് മുമ്പ് മറ്റൊരു ISL ക്ലബ്ബ് സ്വന്തമാക്കാനായുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെന്നാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്തായാലും മാർക്കസിൻ്റെ വാക്കുകളിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ISL അപ്ഡേറ്റ്സിനുമായി മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ റീപ്ലേസ്മെൻറ്റ് സൈനിങ് ആയാണ് ജീസസ് ജിമിനസിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിച്ചത്. എന്നാൽ ജീസസ് ജിമിനസിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്നതിന് മുമ്പ് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കാനായുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാണ് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കാനായുള്ള ശ്രമങ്ങൾ നടത്തിയത് 2022-23 സീസണിലാണ്. കാരണം ഇപ്പോൾ ISL നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്നലെയായിരുന്നു ISLൻ്റെ കിക്ക് ഓഫ്. ഇപ്പോൾ 2024-25 സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിലവിൽ. 2022-23 ISL സീസണിലായിരുന്നു മോഹൻ ബഗാൻ അദ്ദേഹത്തെ സ്വന്തമാക്കാനായുള്ള ശ്രമങ്ങൾ നടത്തിയത്. അതായത് ISLൻ്റെ 9ാം സീസണിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ചാമ്പ്യന്മാരായ 9ാമത്തെ സീസണിലാണ് മോഹൻ ബഗാൻ അദ്ദേഹത്തെ സ്വന്തമാക്കാനായുള്ള ശ്രമങ്ങൾ നടത്തിയത്. എന്നാൽ മോഹൻ ബഗാൻ്റെ ഓഫർ ജീസസ് ജിമിനസ് റിജക്റ്റ് ചെയ്യുകയായിരുന്നു. താനും പിന്നീട് MLS കളിക്കാൻ പോയെന്നാണ് മാർക്കസ് മെർഗുലാവോ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട്, ISL കടന്നു വന്നിട്ടുണ്ട്. ഏതായാലും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഓഫർ അന്ന് താരം റിജക്റ്റ് ചെയ്തിരുന്നു. ഇന്ന് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കുകയും ചെയ്തു. എന്തായാലും ജാമി മെക്ലാറിൻ്റെ കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചു, മോഹൻ ബഗാന് അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെ ജീസസ് ജിമിനസിൻ്റെ കാര്യത്തിൽ മോഹൻ ബഗാന് പിഴച്ചു, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാൻ സാധിച്ചു. അത്ര വ്യത്യാസം മാത്രമേ ഇപ്പോൾ ഇതിൽ നിലവിൽ കാണുന്നുള്ളൂ.